JNUവിൽ സ്റ്റുഡൻസ് യൂണിയൻ അതിന്റെ കൌണ്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത് സഖ്യം മുന്നേറിയിരിക്കുന്നു. അതിന്റെ ആഘോഷങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഐസയുടെയും AASFന്റെയും അതുപോലെ തന്നെ SFIയുടെയും പ്രവർത്തകർ ആഘോഷിക്കുന്നുണ്ട്. നിലവിൽ പ്രധാനമായിട്ടും 4 സ്ഥാനങ്ങളിലേക്കാണ് പോളിംഗ് നടന്നത്. ആ 4-ൽ 3 സ്ഥാനത്തും ഇടത് സഖ്യത്തിന്റെ മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആദ്യം ABVPക്ക് കൂടുതൽ മേൽക്കൈയുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ എണ്ണിത്തീർന്ന സമയത്ത് അവർക്കൊരു മുന്നേറ്റമുണ്ടായിരുന്നു. പക്ഷേ ലിറ്ററേച്ചർ, സോഷ്യൽ സയൻസ്, ഇന്റർനാഷണൽ സ്റ്റഡീസ് ഉൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക്, സ്കൂളുകളിലേക്ക് കൌണ്ടിംഗ് വന്നതോടുകൂടി തന്നെയാണ് ഇടത് സഖ്യം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലാണ് നിലവിൽ ഇടത് സഖ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇടത് സഖ്യത്തിന്റെ കാൻഡിഡേറ്റ് ഇല്ലാത്ത, സ്ഥാനാർത്ഥി ഇല്ലാത്ത ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇടത് സഖ്യം പിന്തുണ നൽകിയ നാബ്സയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതായത് ബാബ്സയാണ് മുന്നേറുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. വലിയ ലീഡ്. ആദ്യം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് പോലും ABVP ആയിരുന്നു മുന്നേറിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏകദേശം 200 വോട്ടുകൾക്ക് വീണ്ടും ആ സ്ഥാനം കൂടി ഇടത് സഖ്യം കൈയെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ JNUവിൽ കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് അവർ ടൈറ്റ് ആവുന്നതാണ്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിലും സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സയൻസസിലും സ്കൂൾ ഓഫ് ലാംഗ്വേജസിലും. പക്ഷേ വോട്ടിംഗ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഒരു സീറ്റ് പോലും ഈ 3 മേജർ സ്കൂൾസിൽ അവർക്ക് നേടാൻ പറ്റിയിട്ടില്ല. അപ്പൊ ശക്തമായിട്ട് JNUവിലെ സ്റ്റുഡൻസ് ലോക്സഭയ്ക്ക് മുമ്പായിട്ട് തന്നെ അവരുടെ കമ്മ്യൂണൽ അജണ്ടയും അവരുടെ വയലൻസും ഹൂളിഗനിസും തള്ളിപ്പറയുക തന്നെയാണ്. വോട്ടിംഗ് പോളിംഗിന്റെ തലേദിവസം രാത്രി 2 മണിക്കാണ് ഇലക്ഷൻ കമ്മിറ്റി സ്വാതി സിംഗ് DSFന്റെ ജനറൽ സെക്രട്ടറി കാൻഡിഡേറ്റ്, ലെഫ്റ്റ് യൂണിറ്റിയുടെ ജനറൽ സെക്രട്ടറി കാൻഡിഡേറ്റിന്റെ കാൻഡിഡേറ്റ് റദ്ദാക്കുന്നത്. ആ സമയത്ത് പിന്നെ അർജുൻ ആനന്ദ് ABVPയുടെ സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കുകയായിരുന്നു ലെഫ്റ്റ് യൂണിറ്റിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. അത് മുന്നിൽ കണ്ട് തന്നെ ബാബ്സയ്ക്ക് നമ്മൾ സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് സപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനം. 4 വർഷത്തിന് ശേഷമാണ് ഈ കോവിഡിന്റെ എല്ലാം ബുദ്ധിമുട്ടുകൾ കാരണം JNUവിൽ തിരഞ്ഞെടുപ്പ് വരുന്നത്. കഴിഞ്ഞ ഏറെ കാലങ്ങളായി തന്നെ അത് ഇടത് സഖ്യത്തിന്റെ കയ്യിലായിരുന്നു ഈ പ്രധാനപ്പെട്ട 4 സ്ഥാനങ്ങളും. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് 42 കൌൺസിലേഴ്സ് പോസ്റ്റാണ്. അതിൽ ഭൂരിപക്ഷവും ഇപ്പോൾ ഇടത് സ്ഥാനം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 1000 വോട്ടുകൾ മാത്രമാണ് ഈ പ്രധാനപ്പെട്ട 4 സ്ഥാനങ്ങളിലേക്കും എണ്ണിത്തീരാനുള്ളത്. ഇതിനോടകം തന്നെ അതിലെല്ലാം തന്നെ വലിയ ലീഡിലേക്ക് ഇടത് സഖ്യം വന്നു എന്നുള്ള കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുക. JNU ക്യാമ്പസിൽ നിന്നും വൈശാഖ് ജയപാലിനോടൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.